ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പോന്നീസ് ഗാർഡനിലോട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇടുന്നത് അസേഡിയ പ്ലാന്റ് ആണ് കേട്ടോ. അസേഡിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പൂക്കൾ വിരിയുന്നതും ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളരുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. നമ്മൾ ഏകദേശം പൂ വിരിഞ്ഞ പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത്. ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് 150 രൂപ പ്രകാരമാണ് കൊടുക്കുന്നത്. ഇത് നമുക്ക് എന്താ പറയുക, അധികം കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ നമ്മൾ നടുമ്പോൾ പോട്ടി മിക്സിൽ കുറച്ച് കരിയില കൂടുതൽ ഇട്ട് കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. അസേലിക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് വേണ്ടത് കരിയിലേൻ്റെ പൊടികളാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ മാസത്തിൽ 1-2 വട്ടമൊക്കെ വളമിട്ട് കൊടുത്താൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൂക്കൾ വിരിയുന്നതും ചെടി നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അസേലിയ പ്ലാന്റ്. നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായ ഒരു പ്ലാന്റും കൂടിയാണ്. അടുത്ത നമ്മുടെ കമേലിയ പ്ലാന്റ് ആണ് കേട്ടോ. കമേലിയ പ്ലാന്റ് ഇതേ പോലെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. ഇത് പെട്ടെന്നൊന്നും നശിച്ചു പോകുമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഒരു റോസാപ്പൂവിനോട് സാമ്യം തോന്നുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. ഇത് നമുക്ക് പോട്ടിൽ വേണമെങ്കിലും അല്ലാതെ നമുക്ക് നട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റാണ്. 4 കളറാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്. ഇതിനും നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന് 150 രൂപ പ്രകാരമാണ് കൊടുക്കുന്നത്. ഇതേപോലെ നമുക്ക് പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ് നമ്മുടെ കമേലിയ പ്ലാന്റ്. മണ്ണിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. അടുത്ത നമ്മൾ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആഫ്രിക്കൻ വയലറ്റ് ആണ് കേട്ടോ. ആഫ്രിക്കൻ വയലറ്റ് 6 കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 360 രൂപയാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നനവനുസരിച്ച് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ലീഫ് കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് ഇത് ഇൻഡോറിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇൻഡോറിൽ നമുക്ക് പിന്നെ പറ്റുമ്പോൾ നല്ല ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മാത്രം മതി. നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ഔട്ട്ഡോറിൽ വെക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നേരിട്ട് വെയിൽ തട്ടാൻ പാടില്ല. നേരിട്ട് വെയിൽ തട്ടാത്ത സ്ഥലങ്ങളിൽ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ആഫ്രിക്കൻ വയലറ്റ്.